ഹലോ ഹായ് നമസ്കാരം. ഫെമിനിച്ചി ഫാത്തിമ ഈ അടുത്ത കാലത്ത് റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. കഴിഞ്ഞ വർഷം 2024 ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയിരുന്നു. കൂടാതെ ഈ സിനിമ ഒരുപാട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കളിച്ചിട്ട് ഒരുപാട് മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടുള്ള സിനിമയാണ്. ഫാസിൽ മുഹമ്മദാണ് ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം, എഡിറ്റിംഗ്, കൂടാതെ പുള്ളിക്കാരത്തിൽ ഒരു ചെറിയ റോൾ കൂടി ചെയ്തു. ഒരു ഗസ്റ്റ് റോൾ പോലെ പുള്ളിക്കാരൻ വന്ന് പോയിട്ടുണ്ട് ഫാത്തിമേൻ്റെ ആങ്ങളായിട്ട്. ബ്രില്യൻ. പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാധാന്യമുണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള സിനിമകൾ പലപ്പോഴും നടക്കുന്നത്. മലബാർ മേഖല, പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് സൈഡിൽ മലബാർ മേഖലയിലൊക്കെ ഈ സിനിമ കൂടുതൽ നടക്കുന്നത് പൊന്നാനിയാണ്. പൊന്നാനിയുടെ ഭയങ്കര വിശാലവിശദമായിട്ടുള്ള അവിടെയുള്ള കടപ്പുറം, അല്ലെങ്കിൽ അവിടെയുള്ള തുറമുഖം, അവിടെയുള്ള അവരുടെ ജീവിത രീതികൾ, അവർ കഴിക്കുന്ന ഭക്ഷണം, അല്ല അവരുടേതായിട്ടുള്ള ഒരു ദിവസത്തെ 1-2 ദിവസത്തെയുള്ള കുറച്ച് പരിപാടികളൊക്കെ സിനിമയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള പ്രത്യേകിച്ച് അവിടെ കൾച്ചറെല്ലാം നല്ല ഗംഭീരമായിട്ട്, നമ്മുടെ ഷിയാദ് കബീറിൻ്റെ ഗംഭീരമായിട്ടുള്ള മ്യൂസിക്, വളരെ പൊളൈറ്റായിട്ടുള്ള മ്യൂസിക്കുകൾ, കാരണം ആത്മാർത്ഥയുള്ള സ്കോർ എന്ന് പറയില്ലേ. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മളും ഒരു ഫാത്തിമയായി മാറുന്ന ഒരു പരിപാടി ഷിയാദ് കബീറിൻ്റെ സ്കോർ ഗംഭീരമായിട്ട് ഇതിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രിൻസസ് ഫ്രാൻസിസിൻ്റെ നൈസായിട്ടുള്ള DOP നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. ഇതിൽ ഫാസിൽ മുഹമ്മദ്, വേറെ ഓപ്ഷൻ ഇല്ല, പുള്ളിക്കാരൻ തന്നെയാണ് ഈ സിനിമയുടെ എല്ലാം എന്ന് പറയുന്നത്. അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഷംല ഹംസ, നൈസായി സെറ്റായി ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് ചിന്നു ചാന്ദിനെ വിചാരിച്ച് ലോങ് ഷോട്ടിന് കണ്ടപ്പോൾ, കാരണം സിനിമയിൽ കണ്ടപ്പോഴല്ല, ട്രെയിലറിൽ നോക്കുമ്പോൾ ഈ പോസ്റ്റേഴ്സിലൊക്കെ. പക്ഷേ പുള്ളിക്കാരത്തി അല്ല, ഇതിൽ ഷംല ഹംസയാണ്. പുള്ളിക്കാരത്തി ഇതുപോലെ വേറെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, 101 തോന്നുന്നു, അതുപോലെ സിനിമ ചെയ്തിട്ടുള്ള ആളാണ് ഒരു ക്യാരക്ടറായിട്ട്. പിന്നെ കുമാർ സുനിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മലബാർ ഏരിയയിലുള്ള സിനിമകളൊക്കെ വരും പുള്ളിക്കാരൻ നല്ലൊരു വേഷം ചെയ്യും. പ്രത്യേകിച്ച് കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ഈ ഭാഗത്തുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ പുള്ളിക്കാരൻ്റെ അണ്ടറിലാണ്. ഏത് സിനിമ വന്നാലും പുള്ളിക്കാരൻ ഗസ്റ്റ് റോളൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ 2 പേരാണ് മെയിനായിട്ടുള്ളത് ഈ സിനിമയുടെ മെയിൻ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ. സിനിമ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഇതിവൃത്തമായിട്ടൊന്നുമില്ല. സാധാരണ ഒരു ഫാത്തിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് ടൈറ്റിൽ പോലെ ഇതിൽ ഫെമിനിച്ചി പരിപാടിയല്ല, അത് നമ്മൾ പ്രേക്ഷകർക്ക് വിട്ടുവന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ, അത് പോട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ, ഈ ഫാത്തിമ പോലുള്ളൊരു ക്യാരക്ടർ വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഒരു ബിലോ മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ കുടുംബം അങ്ങനെയുള്ള അവരുടെ ഒരു ജീവിത രീതികളും, ഈ സുനിൽകുമാറിൻ്റെ ഉസ്താദായിട്ടുള്ള ഒരു ക്യാരക്ടർ, അത് ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇതെല്ലാം ആവർത്തന വിരസത, എപ്പോൾ വേണമെങ്കിലും വന്ന് ചാടാം എന്നുള്ള ഒരു മുൻവിധി നമുക്ക് പെട്ടെന്ന് കയറി കൂടുന്ന ക്യാരക്ടർ അതൊക്കെ. പ്രത്യേകിച്ച് ഫാത്തിമയുടെ ഡയലോഗുകളൊക്കെ ഗംഭീരമായിട്ട് തന്നെ ഫാത്തിമ അത് പറഞ്ഞിട്ടുണ്ട്. ഷംല ഹംസ ഗംഭീരമായിട്ട് പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. പിന്നെ നെയ്ബേഴ്സ് ആയിട്ടുള്ള സുഹറ എന്നുള്ളൊരു ക്യാരക്ടർ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിലൊരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ, പക്ഷേ എനിക്ക് അവരെ വിശേഷിക്കാൻ താല്പര്യം, അവർ ജൂനിയർ ആർട്ടിസ്റ്റുകളല്ല, ദേ ആർ ആക്ടേഴ്സ്, ദേ ആർ ആർട്ടിസ്റ്റ്. കാരണം എല്ലാവരും വളരെ കുറച്ച് കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ട് ഈ ഒരു സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ട് തന്നെ അത് വർക്ക് ചെയ്യാൻ ഫാസിൽ മുഹമ്മദ് നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബെഡ് വാങ്ങണം ഫാത്തിമയ്ക്ക്, ഒരു ബെഡ് വാങ്ങണം, സംഭവത്തിലേ ഉള്ളൂ. കിടന്നുറങ്ങാൻ ഒരു ബെഡ് വേണം. ആ ബെഡ് വാങ്ങാനായിട്ട് ഈ 1.25 മണിക്കൂർ ഈ ബിഗ് സ്ക്രീനിൽ ഇവർ കിടന്ന് കാട്ടിക്കൂട്ടാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവരുടേതായിട്ടുള്ള ചെറിയ പരിമിതികളെ കാത്തു നിന്നുകൊണ്ട് ഒട്ടും പ്രതികരിക്കാനാവാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള, എന്നാൽ ആരെയും അവഗണിക്കാതെ അവർ ജീവിച്ചു വരുന്ന ചുറ്റുപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരിഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി അവർ ജീവിക്കുന്ന ഒരു ചെറിയൊരു അവലോകനം തന്നെയാണ് ഫെമിനിച്ചി ഫാത്തിമ. അത് ഗംഭീരമായിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഫീച്ചർ ഫിലിം എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്, പക്ഷെ പല ഫീച്ചർ ഫിലിമുകളും ഞാൻ മാക്സിമം ഒഴിവാക്കും. കാരണം എനിക്ക് ഒരുപാട് പേഴ്സണലി ഡിബേറ്റ് ഉണ്ടായിരിക്കും എനിക്ക് ആ സിനിമകളോടൊക്കെ. പക്ഷേ എനിക്കിതിന് എസ്പെഷ്യലി റീസെൻ്റ് ആയിട്ടുള്ള ബിരിയാണി പോലുള്ള സിനിമ അടക്കം എനിക്ക് പേഴ്സണലി അത്ര വലിയ ഇഷ്ടപ്പെട്ട സിനിമയൊന്നുമല്ല. പക്ഷേ ഇത് കുറച്ചുകൂടിയും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള പടമാണ്. ഭയങ്കര രസമാണ് പടം. ഭയങ്കര നർമ്മത്തിൽ കലർന്നിട്ടുള്ള ഡയലോഗുകൾ ഈ സിനിമയിലുണ്ട്. അതിനെല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് ആ സിനിമയിലെ ആക്ടേഴ്സാണ്. ഇതിൽ ഷംല ഹംസ മെയിൻ ലീഡിങ് ആയിട്ടുള്ള ക്യാരക്ടർ ആയാലും ഇപ്പോൾ സുനിൽ ആയാലും 2 പേരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സിനിമയെ ചെറിയ പടമല്ല, ഞാൻ ഫുള്ളും കഥയൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് പറയുന്ന കഥാപശ്ചാത്തലം, ഇത് പറയുന്ന പൊളിറ്റിക്കൽ തോട്ട്സ്, ഇത് പറയുന്ന കണ്ടംപററി തോട്ട്സ്, ഇതെല്ലാം കാലികത്തിൽ ഉണ്ടാവരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സിനിമ കാണാം, ഇഷ്ടപ്പെടും.
അഗൈൻ ഐ എം സെയിങ് ഇത് ഒരു ഫീച്ചർ ഫിലിമാണ്, കൊമേഴ്ഷ്യൽ പടമല്ല. അങ്ങനെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വട്ടം കണ്ട് മറക്കാനാവാത്തൊരു സിനിമയായിരിക്കും ഫേമിലേച്ചി ഫാത്തിമ. താങ്ക് യു.